ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ദേവര പാർട്ട് 1 സിനിമ ഞാൻ കണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ബസ്സിൽ പറയാം, ഈ പടം ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റും കൂടെ ഞാൻ കണ്ടോളൂ, പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി. ഇതാണ് സിനിമ. ഇതിലെ മെയിൻ ഡയറക്ടർ കൊറോട്ടല ശിവ. പുള്ളിക്കാരൻ്റെ ജനതാ ഗാരേജൊക്കെ ഞാൻ ആസ്വദിച്ചിരുന്ന പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട്. ടി വിയിൽ വരുമ്പോൾ ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്ത് നല്ല സിനിമ! അതൊക്കെ ഒരു സിനിമ എന്ന് വിളിക്കാം. ഇതിനെ എന്ത് പുല്ല് വിളിക്കണമെന്ന് സത്യം പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ. മെയിൻ ആക്ടർ NTR, സെയ്ഫ് അലി ഖാൻ, പിന്നെ ഷൈൻ ടോം ചാക്കോ, കുറേ എണ്ണം ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. NTR ഒക്കെ ഈ ഒരു വാങ്ങിയ സിനിമയിലൊക്കെ എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് സ്റ്റോറി ലൈനൊക്കെ കാണാൻ കേൾക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടി എവിടെ കയറി പോകണമെന്ന്. അയ്യോ, സെയ്ഫ് അലി ഖാൻ ഞാൻ കണ്ടത് മലയാളം ഡബ്. എല്ലാം പച്ചയ്ക്ക് പറയാം, തിയേറ്ററിൽ ഇരുന്ന് പൊട്ടിച്ചിരിയായിരുന്നു പല സീൻസും കണ്ട്. ആക്ഷൻ സീൻസിലും മറ്റേ ഗ്രീൻ മാറ്റ് എല്ലാത്തിലും കിടന്ന് ചിരിയോ, ഫൈറ്റ് സീൻസിലൊക്കെ പൊട്ടിച്ചിരിയായിരുന്നു എല്ലാവരും കിടന്ന്. അത്ര ഓഞ്ഞ ഫൈറ്റ് സീൻസ്, ഓഞ്ഞ കൊറിയോഗ്രാഫറായിരുന്നു. ഡാൻസിൻ്റെ പിന്നെയും വേണ്ടൂരെന്ന് പറയാം. അത് കൊള്ളാമെങ്കിലും പറയാൻ പറ്റൂല, കുഴപ്പമില്ല ഡാൻസ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഇറങ്ങിയ ഗോട്ടൊക്കെ വീണ്ടും തിയേറ്ററിൽ പോയി കണ്ടാൽ പിന്നെയും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സോങ്സ്, അയ്യോ ഈ അനിരുദ്ധ് എന്താണ് ഇത് കാണിച്ചു വെച്ചേക്കുന്നത്? എന്തിനാണ് ഇത് തലവെച്ചത്? എന്തിന് ഇതൊക്കെ വസ്തുത ക്വസ്റ്റ്യൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ വേണ്ടി പോയത്? ആ ഒരു അതിൻ്റെ ഇമേജ് തന്നെ കൊണ്ട് കളയുകയാണ് ചെയ്തത്. അടുത്ത പറയാനുള്ള, സെയ്ഫ് അലി ഖാൻ എന്തിന് ഈ പടത്തിൽ അഭിനയിച്ചു? ഓൾറെഡി ബോളിവുഡിൽ അത്യാവശ്യം വിലയുള്ള ആളാണ്. ഇതിലും കൂടെ വന്നുള്ള വിലയും കൂടെ കളയണം എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ മലയാളം ഡബ്ബ്, അയ്യോ വാഞ്ഞ ഡബ്ബ് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു വാഞ്ഞ ഡബ്ബിങ്. സെയ്ഫ് അലി ഖാനൊക്കെ ഡബ്ബ് ചെയ്തവന് എന്തോ തൊണ്ടയിൽ എന്തോ വാദം പിടിച്ചു പോലെയാണ് അവന് ഡബ്ബിങ്. അത്ര ഓഞ്ഞ ഡബ്ബിങ് ആയിരുന്നു. NTRൻ്റെ ഒക്കെ ഡബ്ബിങ്ങിൻ്റെ കോമഡി കാണാം. സെക്കൻഡ് ഹാഫ് 10 മിനിറ്റ് ആകുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എവിടെ കയറി പോകണം എന്നുള്ള കാര്യം. അയ്യോ, സെക്കൻഡ് ഹാഫിൽ ഇത് എന്ത് കാണിച്ച് വെച്ചേക്കണമെന്ന് എനിക്കൊന്നും പറയാനുള്ള ആരോഗ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്ക് എൻ്റെ ആരോഗ്യമെല്ലാം ഊറ്റിയെടുത്ത് സിനിമ. നെഗറ്റീവ് എൻ്റെ പോസിറ്റീവ് എല്ലാം ഊറ്റിയെടുത്തുകൊണ്ട് പോയി സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഷാർക്കിൻ്റെ ഒരു സ്കെൽട്ടൺ വെച്ചിട്ടുണ്ട് അവിടെ. ആർട്ടിഫിഷ്യലാണെന്ന് ഒരിക്കലും പറയില്ല, ഒറ്റോടെ കണ്ടാൽ പറയാം പക്ക ഒറിജിനൽ. അങ്ങനെയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് സ്കെൽട്ടനൊക്കെ വെച്ച്. അയ്യോ, ഫ്രണ്ടിൽ കൊമ്പുള്ള ഒരു ഷാർക്കിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊരു സ്ക്രിപ്റ്റാണോ എഴുതി വെച്ചേക്കുന്നത്. സെക്കൻഡ് ഹാഫ് എനിക്കറിയാം ഇത് എവിടെ കയറി പോകുന്നുള്ള കാര്യം നമുക്ക് ഊഹിച്ചെടുക്കാന്നുള്ളതേ ഉള്ളൂ. പ്രകാശ് രാജൊക്കെ എന്തിനാണ് അന്ന് സിനിമയിലേക്ക് ഒരു തല എനിക്കിതിന് പറയാനുള്ള എന്തിന് വൈ ബട്ട് വൈ മാത്രമേ എനിക്ക് പറയുള്ളൂ. പിന്നെ ഓഞ്ഞം വൺ ഓഫ് ദി വേസ്റ്റ് ഡബ്ബിങ് ആണ് മലയാളം ഡബ്ബിങ്. തമിഴ് കണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. മലയാളത്തിൽ പോയി തല വെച്ച് കളയില്ല. കൂതറ ഡബ്ബിങ് ആണ് അത്. എനിക്ക് സത്യം എനിക്ക് പറ്റിയില്ല ഫസ്റ്റ്. അപ്പം എനിക്ക് പിന്നെ വയ്യ, ഞാനങ്ങ് ടയേർഡായി, എനിക്ക് വയ്യ. എനിക്ക് വീടെത്തിയാൽ വയ്യ എന്നുള്ള അവസ്ഥയായി. അത്ര ശോകം പടം. നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പടം മൊത്തം കണ്ടിട്ടില്ലെന്ന് ഇപ്പോഴേ പറയാണ്. ഞാൻ ഇൻ്റർവെല്ല് അതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനി ആ ക്ലൈമാക്സിൽ എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങൾക്ക് ഓവറോൾ പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതേ ഞാൻ പറയുന്നുള്ളൂ. എന്താണെന്നുള്ള കാര്യം എനിക്ക് ഒരു ആകാംക്ഷയുണ്ട് എന്തിനാണെന്ന്. കാരണം എനിക്ക് അവിടെ നിന്ന് ഇരിക്കാൻ വയ്യ. എന്തായിരുന്നു ഡയലോഗ്! ഇത് ദേവരയുടെ വാക്കാണ്. ദേവരയുടെ പാട്ടിലെ ലിറിക്സ് കാണുന്നതോട് എന്തിന് അസ്ഥി ഒടിഞ്ഞ് മടക്കി ഒടുക്കി, വാല് ചുരുട്ടി മടക്കി ഒടിച്ച്, എന്തിനൊക്കെ ലൈനാണ് വെച്ചേക്കണ അവസ്ഥയുടെ ഈ ആളെ വിടറി എനിക്ക് വയ്യ.